Okay, students, we have one more chapter, a small low weightage chapter, that is structural organization in animals. ഇതിനകത്ത് ടിഷ്യൂസിനെ കുറിച്ചും ടൂം എന്ന് പറയുന്ന ആനിമൽസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ലെറ്റ് us see, നമുക്ക് നോക്കാം. ആനിമൽ ടിഷ്യൂസ്, എന്താ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഹാവിങ് സ്പെസിഫിക് ഫംഗ്ഷൻ ആൻഡ് ഒറിജിൻ. നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട് അല്ലേ? മലയാളത്തിൽ കലകളെന്ന് പറയും. സെൽസുകൾ ചേരുന്നതാണ് ടിഷ്യൂസ്. പക്ഷേ ചുമ്മാ എന്തെങ്കിലും സെൽസുകൾ വാരി വലിച്ച് ചേർത്താൽ ടിഷ്യൂ ആകുമോ? ഇല്ല. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് സ്പെസിഫിക് ഫംഗ്ഷൻ ഈസ് കോൾഡ് ടിഷ്യൂസ്. ആനിമൽ ടിഷ്യൂസ് നമുക്ക് പൊതുവേ പ്ലാന്റ് ടിഷ്യൂസ് ധാരാളം ഉണ്ട് അല്ലേ? നിങ്ങൾ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് അധികം അറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസ്കുലർ ടിഷ്യൂസ്, നെർവസ് ടിഷ്യൂസ്. ഓക്കെ, ലെറ്റ് us see എപ്പിത്തീലിയൽ ടിഷ്യൂസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ്, എപ്പിത്തീലിയം എന്നും കൂടെ പറയും. നമ്മുടെ ആവരണ കല എന്നാണ് നമ്മൾ പറയും. പറയുമ്പോൾ തന്നെ ശരീരത്തെ മൊത്തം പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കലകളാണ്. ഇറ്റ് ഹാസ് ഫ്രീ സർഫസ് ദാറ്റ് ഫേസസ് ബോഡി ഫ്ലൂയിഡ്സ് ഓർ ഔട്ട്സൈഡ് ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇതിനൊരു ഫ്രീ സർഫസ് ഉണ്ട്. ഇതുകൊണ്ടുണ്ട്, ഇത് പുറം ഭാഗം, ഇത് ശരീരത്തിൻ്റെ ഉൾഭാഗം, ഇത് പുറം ഭാഗം. ഫ്രീ സർഫസ് ദാറ്റ് ഫേസസ് ബോഡി ഫ്ലൂയിഡ്സ് ഓർ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. ഇതിലൂടെയാണ് ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ശരീരത്തിന് പുറത്തുള്ള എൻവയോൺമെൻറ്റൊക്കെ അത് ഫേസ് ചെയ്യുന്നത്. കവേഴ്സ് ഓർ ലൈൻസ് ബോഡി ഓർ ബോഡി പാർട്സ്. സെൽസ് ആർ കമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇൻട്രസെല്ലുലാർ മാട്രിക്സ്. ഇതിൽ സെല്ലുകളൊക്കെ ടൈറ്റ്ലി പാക്ഡ് ആണ്. അതിൻ്റെ സെല്ലിൻ്റെ ഇടയിൽ സ്പേസ് കുറവായിരിക്കും. ഇതാണ് പൊതുവേ എന്താ പറയുക, എപ്പിത്തീലിയൽ ടിഷ്യൂസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് രണ്ട് കാണാം, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയാണ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർഡ് എപ്പിത്തീലിയാണ്. പല ലെയറുകളായിട്ട് നമുക്ക് എപ്പിത്തീലിയത്തെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിൾ എപ്പിത്തീലിയം കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഇറ്റ്സ് ലൈൻ ബോഡി ക്യാവിറ്റീസ് ആൻഡ് ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. അതാണ് ഇത്, ബോഡി ക്യാവിറ്റീനെ ഡക്റ്റുകൾ, കുഴലുകൾ, ട്യൂബ്സിനൊക്കെ ലൈൻ ചെയ്യുന്നതാണ്. ബേസ്ഡ് അപ്പോൺ ദ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് സെൽസ്, സിമ്പിൾ എപ്പിത്തീലിയം ഈസ് 3 types: സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബിക്കൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം. അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. സിമ്പിൾ എപ്പിത്തീലിയം, തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. സ്ക്വാമസ് ജസ്റ്റ് ലൈക്ക് ടൈൽസ് ഓൺ ഫ്ലോ, നിലത്തെ ടൈൽ ഭാഗ്യതുപോലെ ഇരിക്കും. ഓക്കെ, ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് ലങ് ആൽവിയോളൈ. ഫങ്ഷൻസ് ഫോം എ ഡിഫ്യൂഷൻ ബൗണ്ടറി. ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ജസ്റ്റ് ലൈക്ക് ടൈൽസ് ഓൺ ഫ്ലോ പോലെ ഇരിക്കും ഈ സെല്ല്. പേര് മറന്നുപോയത് സ്ക്വാമസ്. ക്യൂബിക്കൽ ആൻഡ് ക്യൂബോയിഡൽ, ക്യൂബ് പോലെ ഇരിക്കും. അതിൻ്റെ നേരത്തെ പരന്ന സെല്ലാണ്. ഇത് കുറച്ച് വീതി നീളമൊക്കെ ഏകദേശം ഒരുപോലെയുള്ള ക്യൂബ് പോലത്തെ സെല്ലുകളാണ്. കമ്പോസ്ഡ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ് ഫൗണ്ട് ഇൻ ദ ഡക്റ്റ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. നെഫ്രോൺസിൻ്റെ ഡക്റ്റിലും ട്യൂബ്സിലും കാണാൻ വേണ്ടി പറ്റും. ഫങ്ഷൻസ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എപ്പിത്തീലിയം ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ഓഫ് നെഫ്രോൺ ഹാസ് മൈക്രോവില്ലേ. ചിലപ്പോൾ ഇതിൻ്റെ സർഫസിൽ നമുക്ക് ചെറിയ വില്ലസുകൾ കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് എന്താ പറയുക, ക്യൂബിക്കൽ അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. കോളുംനാർ, ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നീളമുള്ള സെല്ലുകളാണ്. കോളുംനാർ എപ്പിത്തീലിയം, ടോൾ സ്ലെൻഡർ സെൽസ്. ദർ ന്യൂക്ലിയ ആർ ലൊക്കേറ്റ് ദ ബേസ്. ന്യൂക്ലിയസ് ഏറ്റവും അടിയിലാണ് കാണുക. ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലേ. ഇതിൻ്റെ ഫ്രീ സർഫസിൽ മൈക്രോവില്ലസ് കാണാൻ വേണ്ടി പറ്റും. ഫൗണ്ട് ഇൻ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ്റെയും സ്റ്റൊമക്കിൻ്റെയൊക്കെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഈ പിന്നെ കോളുംനാർ എപ്പിത്തീലിയം കൊണ്ടാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഫംഗ്ഷനാണ് ഇതിൽ നമുക്ക് പൊതുവെ കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ദി സിമ്പിൾ എപ്പിത്തീലിയം. ദെൻ ചില സെല്ലുകൾ, ചില എപ്പിത്തീലിയംസ് മോഡിഫൈ ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ സീലഡ് എപ്പിത്തീലിയം. സീലഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ സെൽസിൻ്റെ മുകളിൽ നമുക്ക് കുറേ ഹെയറി സെൽസ് കാണാൻ വേണ്ടി, ഹെയറി സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ദേ ബിയർ സിലിയ ഓൺ ദർ ഫ്രീ സർഫസ് present in the inner surface of the hollow organs like bronchioles, fallopian tubes, etc. function to move particles or mucus in a specific direction over the epithelium. നമുക്ക് ഫെലോപ്പിയൻ ട്യൂബിൾസിൻ്റെ ഉള്ളിലുള്ള സെൽസിലും ഇങ്ങനെ നമുക്ക് ഹെയറി സെൽസ് കാണാം. തൊണ്ടയുടെ ഉള്ളിലുള്ള സെൽസിൽ ഹെയറി സെൽസ് കാണാം. ഇത് പിന്നെ പാർട്ടിക്കിളുകൾക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സെല്ലുകളാണ്. ഓക്കെ, ദെൻ ഗ്ലാൻഡുലർ എപ്പിത്തീലിയം. ചില എപ്പിത്തീലിയൽ സെൽസ് ഗ്ലാൻഡായിട്ട് മാറിയിട്ടുണ്ട്. സലൈവറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെല്ലുകൾ, അങ്ങനെ ഗ്ലാൻഡുകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഗോബ്ലെറ്റ് സെല്ല് ഓർക്കണം, GOBLET, ഗോബ്ലെറ്റ് സെൽ. സിംഗിൾ
സെല്ലാണ് ഗോബ്ലെറ്റ്സ് ആണ്. സിംഗിൾ സെൽ ഗ്ലാൻഡ്, ഒരൊറ്റ സെല്ല് കൊണ്ടൊരു ഗ്ലാൻഡായി മാറുന്നു. സാധാരണ ഗ്ലാൻഡുകൾക്ക് കുറേ സെല്ലുണ്ടാവും, പക്ഷേ ചില അപൂർവം ചില സിംഗിൾ സെല്ലുകൾ ഗ്ലാൻഡായി മാറിയിട്ട് അതിന് നല്ല എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയിൽ കാണുന്ന ഗോബ്ലെറ്റ് സെല്ല്. മറക്കരുത്, ഓർക്കണം, ഗോബ്ലെറ്റ്, GOBLET, ഗോബ്ലെറ്റ് സെൽസ്. മൾട്ടി സെല്ലുലർ ഗ്ലാൻഡ് ഉണ്ട്, ദാറ്റ് ഈസ് കൺസ് ഓഫ് ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഒരുപാട് സെല്ലുകൾ ചേർന്നൊരു ഗ്ലാൻഡ് ആകുമ്പോൾ മൾട്ടി സെല്ലുലർ, ഒറ്റക്കാകുമ്പം യൂണിസെല്ലുലർ ഗ്ലാൻഡ്. ഓക്കെ, ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ സെക്രീറ്റ് സംതിങ് അല്ലേ. കോമ്പൗണ്ട് എപ്പിത്തീലിയം, മൾട്ടി ലെയർഡാണ്. ഞാൻ ഇത് പറഞ്ഞു. ഈ മൾട്ടി ലെയർഡ് സെൽസിൻ്റെ അപ്പർ സെല്ലിൽ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് നിറഞ്ഞിട്ട് ആ സെൽ ഓൾമോസ്റ്റ് ഡെഡായിരിക്കും. ഓക്കെ, ഡെഡ് സെല്ലായിരിക്കും, ബിക്കോസ് അതിനകത്ത് കെരാറ്റിൻ ഫംഗ്ഷൻ നിറഞ്ഞിരിക്കും. ഫംഗ്ഷൻ പ്രൊട്ടക്ഷനാണ്. കെമിക്കൽസ് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന സെല്ലുകളാണ്, ടിഷ്യൂകളാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ദെൻ സെൽ ജംഗ്ഷൻ, രണ്ട് സെല്ലുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്താണ് സെൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേച്ചർ അനുസരിച്ച് മൂന്നായി തിരിക്കാം സെൽ ജംഗ്ഷനെ: ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ, അഡ്ഹർ ജംഗ്ഷൻ ആസ് വെൽ ആസ് ഗ്യാപ്പ് ജംഗ്ഷൻ. അങ്ങനെയാണ് സെൽ ജംഗ്ഷൻ എന്ന് പറയുക. ഈ ടൈറ്റ് ജംഗ്ഷൻ ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ലീക്കിംഗ് അക്രോസ് ദ ടിഷ്യൂ. സെൽസിലെ കണ്ടൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്ക് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നതാണ് ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവ പരസ്പരം സെല്ലുകൾ തമ്മിൽ ഒട്ടിച്ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഇപ്പോൾ സെല്ലുകൾ ഒട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ജംഗ്ഷനാണ് അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലുകൾ തമ്മിലിടക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെയാണ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻസും ഫ്ലൂയിഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെൽ ജംഗ്ഷൻ. ക്ലിയർ? സെക്കൻഡ് വൺ ഈസ് കോൾഡ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കണക്റ്റീവ് ടിഷ്യൂ ദേ ലിങ്ക് ഓർ കണക്ട് അതർ ടിഷ്യൂസ്. മോസ്റ്റ് അബൻഡൻറ്റ് complex animal. All connective tissues except blood have fibroblast cells. They secrete fibrous proteins called collagen and elastin. They give strength, elasticity and flexibility to tissues. The cells also secrete modified polysaccharides matrix which accumulated between cells as well as fibers. ഇപ്പോൾ സെൽസിൽ നമുക്ക് പലതരം സെക്രീഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനപ്പെട്ട സെക്രീഷൻസ് ആണ് മാട്രിക്സ്. ഓക്കെ, രണ്ടാമത്തേതാണ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്. ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ദീസ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് പ്രൊഡ്യൂസസ് ഫൈബറുകൾ. സെൽസിൽ നാരുകൾ ആവശ്യമാണ്. ഈ നാരുകളെ ഉണ്ടാക്കുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകളാണ്. Now connective tissue nature അനുസരിച്ചിട്ട് മൂന്നായി തിരിക്കാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നല്ല എക്സാമ്പിൾ ഏരിയോളാർ ടിഷ്യൂ ആസ് വെൽ ആസ് അഡിപ്പോസ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂന് എക്സാമ്പിൾ ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് റെഗുലർ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂന് എക്സാമ്പിൾ കാർട്ടിലേജ്, ബോണ്, ബ്ലഡ്. ഇതാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂന് എക്സാമ്പിൾ. ഇതതിൻ്റെ ജനറലായിട്ട് ക്ലാസിഫിക്കേഷനാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരണം. അതിൽ ഒന്നാമത്തെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, സാധാരണ ഒരു കണക്റ്റീവ് ടിഷ്യൂവിൽ ഒരു മീഡിയം ഉണ്ട്, മാട്രിക്സ് എന്ന് പറയും. ആ മീഡിയത്തിലായിരിക്കും സെല്ല്, ഫൈബേഴ്സ് മറ്റുള്ളവയൊക്കെ വന്ന് കിടക്കുന്നത്. സോ ദാറ്റ് മീഡിയം ഈസ് കോൾഡ് മാട്രിക്സ്. ഈ മാട്രിക്സ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ നോക്കിക്കോ, ഇൻ ദിസ് സെൽസ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ് etc. and fibers are loosely arranged in a semi-fluid matrix. This is of two types. One is called areolar and adipose tissue. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഫൈബേഴ്സും പിന്നെ ഫൈബ്രോബ്ലാസ്റ്റ് ഫൈബേഴ്സ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ് ഇവയും കൂടെ നമുക്ക് ഇതിൻ്റെ ടിഷ്യൂസിനകത്ത് കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. സോ ടു ടൈപ്സ്, ഏരിയോളാർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനെ സംഭരിക്കുന്ന ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. ഏരിയോളാർ എന്ന് പറഞ്ഞാൽ എയർ സംഭരിച്ച് വെക്കുന്ന സെൽസാണ് ഏരിയോളാർ ടിഷ്യൂ. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ മാട്രിക്സ്. അതിൽ നമുക്ക് കുറേ നാരുകളും സെല്ലുകളും ഫൈബറുകളും കാണാൻ വേണ്ടി പറ്റും. ഇതിന് മറ്റൊരു പിക്ചറാണ്, ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ലൂസ് കണക്റ്റീവ് ടിഷ്യൂ സീൻ മോസ്റ്റ്ലി ഇൻ ബിനീത് ദ സ്കിൻ. സ്കിന്നിൻ്റെ തൊട്ട് താഴെയാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കാണുക. ഇറ്റ് സെൽസ് അഡിപ്പോസൈറ്റ് സ്റ്റോർ ഫാറ്റ്. എക്സസ് ന്യൂട്രിയൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ്സ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദിസ് ടിഷ്യൂ. കൂടുതലായിട്ട് വരുന്ന സംഗതികൾ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുക, ഫാറ്റ് ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, അല്ലെങ്കിൽ അതിൽ അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ദ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫൈബ്രോബ്ലാസ്റ്റ്സ് ആർ കോമൺലി പാക്ഡ്. ഫോർ എക്സാമ്പിൾ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. Dense connective tissue. It shows regular patterns of fibers. Collagen fibers are present in rows, but many parallel bundles of the fibers. Example, tendons and ligament. നല്ല എക്സാമ്പിൾ ആണ് ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്. എക്സാമ്പിൾ ഇതിനാ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ എക്സാമ്പിളാണ് അത്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ടെൻഡൻസ് അറ്റാച്ച് സ്കെൽറ്റൽ മസിൽസ് ടു ബോൺ. ഈ മസിലും ബോണും തമ്മിൽ ചേരുന്ന ഭാഗമുണ്ട്. മസിലും ബോണും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കാണുന്ന സ്ട്രക്ചറാണ് ടെൻഡൻ. എന്നാൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ബോൺ ടു അനദർ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ബോണിനെ ജംഗ്ഷനിലെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ് ഓർത്ത് നോക്കണം, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. എന്തൊക്കെയാണ് പ്രത്യേകതയാർന്ന കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ്? വൺ ഈസ് കാർട്ടിലേജ് ആൻഡ്